പാലിയേക്കരയിൽ ടോൾ പിരിവ് ഇന്ന് പുനരാരംഭിക്കില്ല. അനുമതിക്കാര്യത്തിൽ വ്യാഴാഴ്ച തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. ഒരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്ന സാഹചര്യത്തിൽ തീരുമാനം. കരുത്ത് തെളിയിക്കാൻ ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് ആരംഭിച്ചു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത് പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെ വിവിധ വിഷയങ്ങളിൽ സെമിനാർ തുടരുന്നു. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു പാളീസായെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ഒഴിഞ്ഞ കസേരയിൽ ആളുണ്ടെന്ന് കണ്ടത് CPM-കാർ മാത്രമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. ദേവസ്വം ബോർഡിന്റെ പണമെടുത്താണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്ന് ശബരിമല കർമ്മസമിതി അധ്യക്ഷൻ SJR കുമാർ. യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് നടക്കുന്നതെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം PN നാരായണവർമ്മ. അയ്യപ്പ സംഗമത്തിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം എങ്ങനെ വന്നു എന്നത് BJP പരിശോധിക്കുമെന്ന് PK കൃഷ്ണദാസ്. പിണറായി കപട കമ്മ്യൂണിസ്റ്റാണ്, മനസ്സുകൊണ്ട് ഭക്തനാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലൂടെ അതാണ് വ്യക്തമാകുന്നത്. അയ്യപ്പൻ വിളക്കിന്റെ ആളുപോലും ഇല്ലായിരുന്നു പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിനെന്നും PK കൃഷ്ണദാസ്. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുകൾക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നു. സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സുകൾ ബഹിഷ്കരിക്കും.